ഇന്നത്തെ കാലത്ത് പാരൻസ് ഫേസ് ചെയ്യുന്ന ഒരു വലിയ ഇഷ്യൂ ആണ് കുട്ടികളുടെ സ്ക്രീൻ ടൈം എന്നുള്ളത്. അത് നല്ലതല്ല എന്നറിഞ്ഞാൽ പോലും അത് ഒട്ടും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് ഇന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുട്ടികൾക്ക് എത്രത്തോളം സ്ക്രീൻ ടൈം ആവാം, അത് എക്സസ് ആയാൽ അവരെ എങ്ങനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളതിനെ പറ്റിയാണ്. IAP ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിന്റെ ഗൈഡ് ലൈൻസ് പ്രകാരം 0 to 2 ഇയേഴ്സ് കുട്ടികൾ ഒട്ടും തന്നെ സ്ക്രീൻ ടൈം യൂസ് ചെയ്യാൻ പാടില്ല. 2 to 5 ഇയേഴ്സ് കുട്ടികളാണെങ്കിൽ പെർ ഡേ മാക്സിമം 1 hour ആണ് അലൗട്ട് ചെയ്തിരിക്കുന്നത്. ഇനി 5 to 18 ഇയേഴ്സ് കുട്ടികളാണെങ്കിൽ പെർ ഡേ മാക്സിമം 2 hours. അതിൽ തന്നെ 1 hour ബിഫോർ ബെഡ് ടൈം ഒട്ടും സ്ക്രീൻ യൂസ് ചെയ്യാൻ പാടില്ല. സോ സ്ക്രീൻ ടൈം അധികമായാൽ അതെങ്ങനെ കുട്ടികളെ എഫക്റ്റ് ചെയ്യുന്നു നോക്കാം. മെയിൻലി അവരുടെ കണ്ണുകൾക്ക് വല്ലാത്ത സ്ട്രെയിനും ഡ്രൈനെസ്സും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ ബ്ലൂ ലൈറ്റിന്റെ ഓവർ എക്സ്പോഷർ കാരണം അവരുടെ സ്ലീപ്പ് ക്വാളിറ്റീനെ വല്ലാണ്ട് എഫക്റ്റ് ചെയ്യും. അതുപോലെ അവരുടെ സ്പീച്ച് ഡെവലപ്മെന്റിനെ ഇത് എഫക്റ്റ് ചെയ്യാനും ഇറിറ്റബിൾ ബിഹേവിയർ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. പിന്നെ കുട്ടികൾ എക്സസ് ആയിട്ട് സ്ക്രീനിന്റെ മുമ്പിൽ ഇരിക്കുന്ന കാരണം അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി കുറയുന്നു. അതുകൊണ്ട് തന്നെ വണ്ണം വെക്കാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ സ്കൂളിലെ അക്കാഡമിക് പെർഫോമൻസും ഇത് കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യും. ഡെയിലി 3 മണിക്കൂറിലധികമുള്ള സ്ക്രീൻ ടൈം പോലും കുട്ടികളുടെ ഇമോഷണൽ ഡെവലപ്മെന്റിനെ നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്യുന്നുള്ളത് സ്റ്റഡീസിൽ നിന്ന് വ്യക്തമാണ്. ഇന്നത്തെ കാലത്ത് സ്ക്രീൻ ടൈം കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും പാരൻസ് എല്ലാവരും ഈ കാര്യങ്ങളെപ്പറ്റി കുറച്ച് അവെയർ ആയിട്ടിരിക്കുന്നത് നല്ലതാണ്.